ഓം കാർപ്പണ്യദോഷോ ഭഗതസ്വഭാവകവൃക്ഷാമിത്വം ധർമ്മസമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. നമ്മൾ 16-ാമത്തെ അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗമാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. 10 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. ഇനി അടുത്തത് 11-ാമത്തെ ശ്ലോകം തൊട്ട് ഈ ദൈവീക ഗുണങ്ങളെപ്പറ്റി 3 ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ ആസുരീ സമ്പത്തിനെ പറ്റി 3 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 13, 14, 15 ഒന്നിച്ച് തന്നെ ആസുരി ഗുണങ്ങളെ പറ്റിയില്ലേ, ആസുരി സ്വഭാവത്തിൽ ഉണ്ടാകുന്ന കൺസിക്വൻസീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് മുമ്പ് 2 ശ്ലോകം കൂടെ ഉണ്ട്, 11, 12. അത് ആസുരി ഭാവമുള്ളവരുടെ ആസുരി സമ്പത്തിന്റെ പ്രഭാവം കൂടുതലുള്ള അവരുടെ സ്വഭാവത്തിൽ പ്രകടമാകുന്നത് ആണ് ഇനി പറയുന്നത്. ചിന്ത അപരിമേയാം ച പ്രളയാന്തമാമുപാശ്രിത കാമോ ഉപഭോഗപരമാ ഏതാ വദതി നിശ്ചിത ആശാപാശതൈർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ജയൻ. ച അപരിമേയാം, മാത്രമല്ല അളവില്ലാത്തതും. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പറയണത്. കാമാശ്രത്യ ദുഷ്പൂരന്തംഭമാന്യം അതന്നിത മോഹാത് ഗയിത്വസത്കാഖൻ പ്രവർത്തന്തേ ശുചീവൃത എന്ന 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിന്റെ കൺഫ്യൂഷനാണ്. എത്ര നിറച്ചാലും നിറയാത്ത കാമത്തെ ആശ്രയിച്ച് ഡംഭം, ഗർവ, മതം എന്നിവയോട് കൂടിയവരും മലിന പ്രവർത്തികൾ ഏർപ്പെടുന്നവരുമായിരിക്കും. വ്യാമോഹത്താൽ അഥവാ അവിവേകത്താൽ ദുരാഗ്രഹങ്ങളെ സ്വീകരിച്ച് അവർ പ്രവർത്തിക്കുന്നവരായിരിക്കും. അത് തന്നെ മാത്രമല്ല, കണ്ടിന്യൂഷനായിട്ട് അത് മാത്രമല്ല അളവില്ലാത്തതും പ്രളയാന്ത ചിന്ത, മരണത്തോടു കൂടി മാത്രം അവസാനിക്കുന്നതുമായ ചിന്തയെ ഉപാശ്രിത ആശ്രയിച്ചവരും. കാമോ ഉപഭോഗപരമാ, വിഷയസുഖ അനുഭവത്തെ പരമപ്രധാനമായി കരുതുന്നവരും. അതായത് ഇന്ദ്രിയഭോഗ സുഖങ്ങളെ മാത്രം ആശ്രയിച്ച് അത് മാത്രമാണ് ജീവിക്കുന്നതിന്റെ ഉദ്ദേശം, അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് വിചാരിക്കുന്നവരും അല്ലെ. അതാണ് അങ്ങനെ പറയുന്നത്. വിഷയസുഖത്തെ അതാണ് പരമപ്രധാനം എന്ന് പറയുന്നത്. ഏതാവത് ഇതി നിശ്ചിത, ഇത് തന്നെയാണ് എല്ലാം. അതായത് ഇന്ദ്രിയഭോഗ സുഖങ്ങളാണ്, അതിനു വേണ്ടിയിട്ടാണ് ജന്മം കിട്ടിയിരിക്കുന്നതെന്നും അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കുന്നവരും അതിനു വേണ്ടി നിശ്ചയം ചെയ്തവരുമായിരിക്കും. അസുരീ സ്വഭാവക്കാർ. മാത്രമല്ല ആശാപാശ തൈർബദ്ധ, 100 കണക്കിന് ആശാപാശങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കും. ഒന്നും കൊണ്ടൊന്നും തീരില്ല, ഒരാശ മാത്രമൊന്നുമില്ല, 100 കണക്കിന് ആശകളുണ്ടാവും അവർക്ക്, ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ. കാമക്രോധപരായണ, കാമക്രോധങ്ങൾക്ക് അധീനന്മാരായിട്ട് ഇരിക്കുന്നവരായിരിക്കും. കാമഭോഗാർത്ഥം, വിഷയസുഖ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അന്യായേന എന്ന് പറഞ്ഞാൽ ന്യായമില്ലാത്ത മാർഗങ്ങളിലൂടെ, അന്യായ മാർഗങ്ങളിലൂടെ അർത്ഥചിന്തയൻ, ധനസമൂഹങ്ങളെ, ധനത്തെ ഈഹന്തേ ആർജിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. മാത്രമല്ല അളവില്ലാത്തതും മരണം വരെ നിലനിൽക്കുന്നതുമായിരിക്കും ചിന്തയെ ആശ്രയിച്ചവരും വിഷയസുഖ അനുഭവത്തെ പരമപ്രധാനമെന്ന് കരുതുന്നവരും ഇത് തന്നെ എല്ലാം, ഇതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് നിശ്ചയിച്ചവരും അനേകം ആശാപാസത്തിൽ ബദ്ധവരും കാമക്രോധങ്ങളിൽ മുഴുകിയവരും അവർ വിഷയസുഖ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അന്യായമായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഏതാവത് ഇതി നിശ്ചിത, വിഷയസുഖ അനുഭവം കൊണ്ട് എല്ലാം അത് തന്നെ പരമപുരുഷാർത്ഥം എന്ന് നിശ്ചയത്തോടു കൂടിയിരിക്കുന്നവരുമായിരിക്കും. ഇത് ഈ ഈശ്വരനെ ഭജിച്ച് നടക്കുന്നവർക്ക് വരെ ഈ സ്വഭാവം. ഈ ദൈവീയ സമ്പത്തിനെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ
ഈ ആസുരി സമ്പത്തിനെ, ആ സമ്പത്തോടുകൂടി ജനിച്ചവർക്കും ഈശ്വരീയ ഗുണങ്ങളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഭക്തിയുള്ളവർക്കും ഈ ആസുരി സമ്പത്തിന്റെ ഇത്തരത്തിലുള്ള ഭാവം എപ്പോഴെങ്കിലും പ്രകടമാകാതിരിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് അടക്കമുണ്ടെന്നർത്ഥം. പൂർണ്ണമായിട്ട് മുക്തരല്ല. കാരണം ഈ ശരീര സംബന്ധമായിരിക്കുന്ന സപ്തരജ തമോ ഗുണങ്ങളുടെ പ്രഭാവവും ദേഹബോധവും ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ആസുരി ഭാവം പൂർണ്ണമായിട്ട് നമുക്ക് തുടച്ചു കളയാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെ ഇതിൽ നിന്നും ജയിക്കാം? ഇതിന് വേണ്ടിയിട്ടാണ് അഭ്യാസവും വിരക്തി ഉണ്ടാക്കാൻ പറഞ്ഞത് ഭഗവാൻ. നിങ്ങൾക്ക് ദൈവിക സമ്പത്തിനെ പോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആസുരി സമ്പത്തിന്റെ പ്രഭാവത്തിൽ അഭ്യാസം കൊണ്ടെന്ന് പറഞ്ഞാൽ അനുഭവിച്ച് അനുഭവത്തിലൂടെ ആ ദോഷമുണ്ടാക്കുന്ന സംഗതികളെ വിരക്തി ഉണ്ടാക്കണം. അല്ലാതെ ഒരു കാരണവശാലും ഈശ്വരനിലേക്ക് സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എനിക്കും സാധ്യമല്ല. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞാനും ഉൾപ്പെടുന്ന അർത്ഥം. ശരി, നമുക്ക് ആവശ്യമില്ലാത്ത ഈ പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടോലും. അതായത് ഈ പറയുന്ന അവസ്ഥ, നിലയ്ക്കാത്ത ആഗ്രഹങ്ങള്, എത്രയൊക്കെ ഭഗവാനോട് പോലും പ്രാർത്ഥിച്ചാൽ തന്നെ ആഗ്രഹങ്ങൾ തീരണ്ടേ എന്നെങ്കിലും. ഇപ്പൊ രാമായണത്തെ വിഭീഷണൻ ശരിക്കും കരിങ്കാലിയാ. വിഭീഷണൻ സ്വന്തം കുടുംബവും കുലമൊക്കെ വിട്ടിട്ടാ ശ്രീരാമന്റെ അടുത്തേക്ക് വന്നത്, അല്ലേ? അതിലും തീരുമാനം ശ്രേയനായിട്ട് എടുത്ത് ഞാൻ പറഞ്ഞ കുംഭകർണനാ. ഇത് ചെയ്യുന്ന ശരിയല്ല, സീതാദേവിയെ തിരിച്ചു കൊടുക്കണമെന്ന് കുംഭകർണൻ രാവണനോട് പറയുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, ഞാൻ യുദ്ധം ചെയ്ത് അങ്ങയുടെ കൂടെ മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. വിഭീഷണൻ അങ്ങനെയല്ല. വിഭീഷണൻ അവിടെ വിട്ടുപോരുക. അപ്പൊ കരിങ്കാലി പണിയല്ലേ ചെയ്യാ? എത്രയും കാലം അവിടെ അല്ലേ ചോറുണ്ടത്, അല്ലേ? ഈ ഒരു ന്യായീകരണം കൊണ്ടാണ് ഭീഷ്മരും ദ്രോണരും ഒക്കെ ദുര്യോധന്റെ ഒപ്പം നിന്നത്. അവർക്കറിയാം അധർമ്മം നടക്കണെന്നുള്ളത്. ജയിക്കൂല എന്നറിയാം. ഭീഷണമുള്ളിടത്തേ ജയമുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ മറുപക്ഷത്ത് പോയി ചേരാൻ അവർ തയ്യാറായില്ല. ഇതൊക്കെ യുദ്ധതന്ത്ര, മനസ്സിലായില്ലേ? ഈ ചാരപ്രവൃത്തി ചെയ്യാ, എന്നിട്ട് അവിടെ ഇപ്പം വിഭീഷണൻ ഇപ്പുറത്ത് വന്ന് സംസാരിക്കുമ്പോഴും സുഗ്രീവൻ പറയുന്നുണ്ട്, ആ ജന്മവാസന ചിലപ്പോൾ ഉണ്ടാവും, നമ്മളെ ചതിക്കും ചിലപ്പം. മനസ്സിലായില്ലേ? പക്ഷെ രാമൻ സമ്മതിച്ചില്ല. ഇവൻ എൻ്റെ ഭക്തനാ, അതുകൊണ്ട് എനിക്ക് അത് തന്നെയല്ല, ഓൺ ദി സ്പോട്ടിൽ രാജാവായിട്ട് വാഴിക്കാം. മനസ്സിലായില്ലേ? ലങ്കേശനായിട്ട് അവിടെ ലക്ഷ്മണനെ കൊണ്ട് സിന്ധുജലം കൊണ്ടുവന്നിട്ട് അവിടെ ഓൺ ദി സ്പോട്ട് അഭിഷേകം നടത്തി രാജാവാക്കുക. ഇതും ഒരു തന്ത്ര. മറുപക്ഷത്ത് നിൽക്കുന്നവരെ തൻ്റെ അടുത്ത് വന്ന ഒരു സ്ഥാനം കൊടുക്കാം. മനസ്സിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളെ ഇപ്പുറത്തേക്ക് ചാടിയ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കും. ഇന്നും നടക്കുന്നുണ്ട് അതൊക്കെ. ഈ ആസുരി വ്യക്തി വന്നു കഴിഞ്ഞാലേ ഏത് തരത്തിലും നമ്മളെ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അന്നും ഇന്നുമുള്ള മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആസുരീഭാവം പ്രവർത്തമാണ്. വിഭീഷണൻ ഭക്തനാണെങ്കിലും വേണ്ടില്ല, അവിടെ ഭഗവാന്റെ പക്ഷത്ത് പോയി ചേരണം തോന്നിയില്ല. മറ്റൊക്കെ നശിക്കുന്ന അറിയാം. ആ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈശ്വരൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ ഈ രണ്ടു പക്ഷവും ചിന്തിക്കണം എന്നർത്ഥം. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താ? ഒരാള് ന്യായമാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഈ രണ്ടു പക്ഷവും കൂടെ ചിന്തിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അത് ചെയ്തത് ശരിയാണോ? അതാണ് കുംഭകർണൻ പറഞ്ഞതായിട്ട് ഞാൻ ടാലി ചെയ്ത് പറഞ്ഞതിന്റെ കാര്യം. കുംഭകർണൻ പറഞ്ഞത് ശരിയാ, അങ്ങ് ചെയ്യുന്ന തെറ്റാണ്, സീതാദേവിയെ തിരിച്ചു കൊടുത്തിട്ട് പ്രശ്നം തീർക്കൂ.
യുദ്ധം എന്തായാലും കുലം നശിപ്പിക്കും എന്ന് കുംഭകർണൻ പറയുന്നുണ്ട്. പക്ഷെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും ഏട്ടൻ്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് രാമന്റെ അസ്ത്രം ഇട്ട് ചാവോടെ ചത്തോട്ടെ, മനസ്സിലായില്ല. അപ്പൊ കുംഭകർണന്റെ തീരുമാനമാണോ ശരി, വിഭീഷണന്റെ തീരുമാനമാണോ ശരി എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഈ ഭക്തിയുടെ ഭാവത്തിൽ പോലും ഈ ആസുരീഭാഗമല്ല, അളവില്ലാത്ത മരണം വരെ നിൽക്കുന്നതായ ചിന്തകളുണ്ട് നമുക്ക്. അത് പൂർണ്ണമായിട്ട് വിരക്തിയിൽ കൊണ്ടുവന്ന് ചിന്തയില്ലാതാക്കാൻ പറ്റില്ല. ചിന്തയെ തടയാനൊന്നും പറ്റില്ല. അത് ഒഴുക്കിനനുസരിച്ച് വേണോ വേണ്ടയോ, ചിന്തിക്കുന്ന കാര്യം എല്ലാം നടപ്പാക്കാൻ സാധിക്കില്ല. കർമ്മത്തിന്റെ ഗതി അനുസരിച്ചുകൊണ്ട് അത് വേണ്ടതിനെ സ്വീകരിക്കണം, വേണ്ടാത്തതിനെ തള്ളിക്കളയണം. പക്ഷേ മരണം വരെ നമ്മുടെ ഈ ചിന്ത പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ പറ്റില്ല. മനസ്സുള്ളിടത്തോളം കാലം ചിന്തകളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മരണം വരെ നിലനിൽക്കുന്ന ആ ചിന്തയെ ആശ്രയിച്ചവരും അത് കൂടുതലും ചിന്തിക്കുന്ന എന്തിനായിരിക്കും? ഈ വിഷയസുഖ ഭോഗങ്ങൾ എന്ന് പറയുന്നത് ആസുരി സമ്പത്താണ്. ഉണ്ടായിട്ട് നശിക്കുന്നതായാലും വേണ്ടില്ല. നമ്മൾ എന്ത് സുഖത്തിന്റെ പിന്നാലെ പോയാലും അത് ജീവിതകാലം മുഴുവനും ആ സുഖം ഒരേപോലെ നിൽക്കില്ലല്ലോ. അതിനൊരു എൻഡുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചിന്തിക്കുക. നഷ്ടപ്പെട്ടാൽ വീണ്ടും അതുകൊണ്ട് കിട്ടാനുള്ള മാർഗം എന്താണെന്ന് ആലോചിക്കും. അതുകൊണ്ട് വിഷയാസുഖ അനുഭവത്തെ പരമപ്രധാനമെന്ന് കരുതുന്നവർക്ക് ഇത് തന്നെ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നൊരു ഉറപ്പില്ലായിരിക്കും അവർ പ്രവർത്തിക്കുക. അതായത് ജീവിക്കുന്നത് തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ്. അല്ലാതെ ഈശ്വരനെ വിചാരിച്ച് കുറച്ചു നേരം ധ്യാനത്തിലിരുന്നോ അല്ലെങ്കിൽ അതും കൊണ്ട് ഇപ്പൊ എന്താ സുഖം? ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടി നടക്കുന്നവർക്ക് കുറച്ചു നേരം ഇരുന്ന് ജപിക്കാനോ ഇല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിച്ചിരിക്കാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം പറയുവര്, അല്ലേ? അങ്ങനെ നിശ്ചയം ചെയ്തവര് പിന്നെ അനേകം ആശാഭാസങ്ങളിൽപ്പെട്ടവരായിരിക്കും. കാമക്രോധങ്ങളിൽ മുഴുകും. ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാതെ വന്നാൽ ദേഷ്യം വരും, പിന്നെ ശത്രുത വെച്ചു കൊടുക്കും. എന്താ വിഷയസുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അന്യായമായ മാർഗങ്ങൾ വരെ സ്വീകരിക്കും. അന്യായമായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കും. കലിയുഗത്തെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാര്യം എപ്പോഴും ഓർത്തിരുന്നോണം. അത് ആധ്യാത്മിക മാർഗത്തിലോ ഭക്തിയുടെ മാർഗത്തിലോ നിങ്ങൾ സത്യസന്ധമായിട്ടോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ധനം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ചിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ന്യായമായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ സാധ്യത. കലിയുഗത്തിൽ ആകെ 25% ധർമ്മമുള്ളൂ. ഈ 25% ധർമ്മം വ്യവസ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് ധനസമ്പാദനം നടക്കില്ല. ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാമെന്ന് മാത്രമല്ലാതെ ധനം 5 പൈസ ഡിപ്പോസിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അഥവാ നിങ്ങൾ അതിന് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ, ഞാനായാലും ഇപ്പൊ ഈ യജ്ഞം കൊണ്ട് എനിക്ക് ധനം സമ്പാദിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടെ തരികിട എന്തെങ്കിലും കാണിക്കേണ്ടി വരും. അല്ലാതെ ധനസമ്പാദനം നടക്കില്ല. ഇത് കലിയുഗത്തിന്റെ ഏറ്റവും വലിയ എഫക്റ്റാണ്. ആര് ശ്രമിച്ചാലും നടക്കില്ല. എത്ര സത്യസന്ധനാന്ന് പറഞ്ഞാലും നടക്കില്ല. ഒരു സന്യാസിക്ക് പോലും നടക്കില്ല. ഞാൻ എല്ലായിടത്തും വിജയിച്ചു നിൽക്കണ എന്താണെന്നറിയോ? ഞാൻ ഒരു കാര്യം ചെയ്യണമെന്നും ധനം സമ്പാദിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടൊന്നും ഒരു കാര്യം ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ആയാലും ഇതിനു മുമ്പാണേലും അതെ, ആധ്യാത്മിക മാർഗത്തിൽ ഗീത എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്തും ഒരു കാര്യം ഞാൻ ലക്ഷ്യം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഒരിടത്തും എനിക്ക് ഒരു ഫ്ലാപ്പും വരാതെ കാര്യം നടന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ബാധ്യത ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് ഡിപ്പോസിറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ല.
ശരിക്കും കണക്ക് നോക്കിയാൽ മൈനസ് ആയിരിക്കും. മനസ്സിലായില്ലേ? ടോട്ടൽ കണക്ഷൻ. പക്ഷേ ഒരു പോളിസി ഉണ്ടല്ലോ, താൻ പാതി ദൈവം പാതി. പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ബാക്കി പകുതി കാര്യങ്ങൾ ഭഗവാൻ അതിനുള്ള ഒരുക്കം. ഭഗവാന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ഞാൻ 20 രൂപയുടെ ആവശ്യം വന്നാൽ 10 രൂപ ഞാൻ ആദ്യം ചെലവാക്കിയാൽ പിന്നെ 10 കൂടെ വന്നോളൂ ഇവിടെ. അതാണ്. നമുക്ക് അത്ര ദാരിദ്ര്യമൊന്നുമില്ലല്ലോ. അത് കയ്യിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ പട്ടിണി കിടക്കാതെ കഴിയാനുള്ളത് ഭഗവാൻ പെൻഷനായിട്ട് തരുന്നുണ്ട്. അതിൽ നിന്ന് 10 രൂപ ചെലവാക്കിയാൽ 10 രൂപ ഭഗവാൻ കൊണ്ട് തന്നോളും. പിന്നെ സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഇത് അനുഭവമാണ്. ഞാനിവിടെ ഭണ്ണാരൊന്നും അമ്പലത്തിൽ കൊണ്ടുവച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ? ഞാൻ എനിക്കത് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ അമ്പലത്തിൽ വേണ്ടാന്ന് വെക്കാനും കാരണം ഒരു ഡിസിഷൻ അതാ. നമ്മളൊരു സപ്താഹം നടത്തിയിട്ടുണ്ട് മമ്മിയൊരു അമ്പലത്തിൽ. അവിടെ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിരുന്നു. ആരെങ്കിലും നോട്ടീസ് വെച്ചതാ, ആരെങ്കിലും നോട്ടീസ് എടുത്തോണ്ട്. പക്ഷെ ആൾക്കാരിപ്പോൾ എന്തായാലും വേണ്ടില്ല, അതിനകത്ത് എന്തെങ്കിലും കൊണ്ടുവന്നിടും. വേണ്ടാന്ന് പറഞ്ഞാലും കൊണ്ടുവരും. അമ്പലത്തിൽ കൊണ്ടിടാൻ പറഞ്ഞാലും കേൾക്കില്ല. ഇത് തിരുമേനി ഇവിടെ നടത്തുന്നതിനാന്ന് പറഞ്ഞിട്ട് അവിടെ ഇടും. അപ്പം എണ്ണ മേടിക്കാനൊക്കെ ഞാൻ അതിൽ നിന്ന് 10-100 രൂപ ഒക്കെ കിട്ടിയാൽ എണ്ണ മേടിക്കാനോ അല്ലെ നെയ്യ് മേടിക്കാനോ അങ്ങനെ പൂജാ സാധനങ്ങൾ മേടിക്കാനോ അത് എടുക്കാറുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് ദേവസ്വം അവിടുന്ന് ഒബ്ജക്ഷൻ വന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ എണ്ണയൊന്നും മേടിക്കുന്നില്ലല്ലോ. അപ്പം ഞാനിവിടെ അതിന് എണ്ണക്കുപ്പി എണ്ണ വേണ്ടപ്പോൾ മേടിക്കാനോ നെയ്യ് മേടിക്കാനോ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണേന്ന് പറഞ്ഞു. അത് പറ്റില്ല, ഇവിടെ ഭണ്ണാരം എന്ന നിലയ്ക്ക് എന്തെങ്കിലും പൈസ സപ്താഹത്തിന് മുമ്പ് വന്നാൽ അത് ഒന്നുകിൽ ഞങ്ങൾക്ക് കണക്ക് തരണം, ഇല്ലെങ്കിൽ അങ്ങ് ഭണ്ണാരത്തിൽ കൊണ്ടുവരണം. ഓ ശരിയെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വർഷത്തെ യജ്ഞം അവിടെ നടത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നാൽ ചിലപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയും, അത് ഭണ്ണാരത്തിൽ കൊണ്ടുവരണം. അതെ, അവിടെ ഒന്നും കളക്ഷൻ പാടില്ല, വയ്ക്കാനും പാടില്ല. അവിടെ ഒന്നും പൂജയ്ക്ക് പുറത്തേക്കും കളക്ഷൻ ഒന്നും അവരറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ വേണ്ടുന്നൊക്കെ അവിടെ കൊടുക്കണ്ടേ? ഈ എണ്ണയും ബാക്കി കാര്യങ്ങളൊക്കെ അവർ സപ്പോർട്ട് ചെയ്യണ്ടേ? ഇത് അങ്ങോട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യൂല. അപ്പം ഇവിടെ പോലും ആസുരി ഭാവം അവിടെ ഒരു ക്ഷേത്രത്തിൽ പോലും നടപ്പാകുന്നുണ്ട്. അവർക്ക് അവിടെ ഇപ്പൊ എന്തെങ്കിലും കുറവുണ്ടോ? ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്തോ ഒരു സപ്താഹം നടത്തുന്നിടത്ത് ആ സപ്താഹ വേദിയിൽ നിന്ന് കിട്ടുന്ന ആചാര്യന്റെ മുമ്പിൽ വീഴുന്ന ദക്ഷിണ പൈസ കൊണ്ടുപോയിട്ട് വേണം ഗുരുവായൂരപ്പന്റെ കാര്യമൊക്കെ നടക്കാൻ. അതൊക്കെ അസുരീ ചിന്തകളാണ് ഇത്തരത്തിലുള്ള. അപ്പൊ ധനസമ്പാദനം എന്ന ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയായാലും ഒരു കുടുംബമായാലും ഒരു ക്ഷേത്രമായാലും ഒരു രാഷ്ട്രമായാലും കലിയുഗത്തില് ഒരു കാരണവശാലും ന്യായമായ മാർഗങ്ങളിലൂടെ ധനസമ്പാദനം ഒരു കാലത്തും നടക്കില്ല എന്നാണ് ഇവിടെ ഭഗവാൻ ഗീതയിൽ പറയുന്നത്. പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സംഭവ്യമല്ല. അപ്പം ന്യായത്തെ വിട്ട് അന്യായമായ മാർഗം സ്വീകരിക്കേണ്ടി വരും. 100% സത്യസന്ധത കലിയുഗത്തിൽ നടക്കില്ല. അഥവാ ആരെങ്കിലും ബലം പിടിച്ചു നിന്നിട്ട് അവനെ ബാക്കിയുള്ളവർ ചേർന്നിട്ട് ഇല്ലാതെയാക്കും. കാഞ്ചികാമോടിയുടെ മഠത്തിലെ ഓഫീസിലെ അക്കൗണ്ടന്റിനെ ഇല്ലാതെയാക്കി ഈ പോളിസിയില. മനസ്സിലായില്ലേ? കൊന്നുകളഞ്ഞു. എന്നിട്ട് പേര് ദോഷം വന്ന് ജയിലിലായതാരാ? സ്വാമിയാര്. അതുകൊണ്ട് എൻ്റെ അടുത്ത് സ്പോൺസർ ചെയ്യാൻ വന്നിട്ട് പോലും ഒരു ആശ്രമമോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ലക്ഷ്യമേ അതല്ലാന്ന് ഞാൻ പറഞ്ഞു. സ്ഥലം സ്പോൺസർ ചെയ്യാൻ ഒരു അമ്പലം ഉണ്ടാക്കാന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാര് വരെ വിധിച്ചിട്ട് ഞാൻ നിശ്ചയിച്ചു, അങ്ങൊരു ക്ഷേത്രം ഉണ്ടാക്കൂ, ഇത് മറ്റേടത്ത് കൊണ്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ലേ. ഞാൻ കൊണ്ട് കൊടുത്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അത് ഉണ്ടാക്കുമായിരുന്നു നല്ലത്. കാരണം ഇവിടെ കൊണ്ട് തന്നിട്ട് ഇതൊക്കെ ആകെ നിർവിനിയോഗം ചെയ്യാൻ തുടങ്ങി. അതെന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. നമ്മളെ ഭഗവാൻ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ച കാര്യം ചെയ്തോ ചെയ്തില്ലോ, പിന്നെ അവരെന്താ ചെയ്യണേന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഡ്യൂട്ടി പറഞ്ഞാൽ ചെയ്തു.
പിന്നെ ദുർവിനിയോഗം ചെയ്യണോ എന്താ ചെയ്യണേ എന്നുള്ളത്. അതങ്ങനെയൊക്കെ നടക്കുള്ളൂ. നമ്മളിപ്പം വലിയ കാര്യമായിട്ട് ക്ലേശങ്ങൾ സഹിച്ച് വീട്ടിലൊരു വീടുണ്ടാക്കിയാൽ പിന്നെ നിങ്ങളല്ലല്ലോ അതിന് അവകാശം പറയാ, അല്ലേ? മക്കൾ അതിന് അവകാശം പറഞ്ഞുകൊണ്ട് ഒരു തമ്മിത്തല്ലാവും. അതുകൊണ്ട് ഞാൻ ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആരെങ്കിലും വീടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മക്കളുടെ കാലത്ത് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഗൈഡ് ചെയ്യുന്നത് എങ്ങനെ? നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പം നിങ്ങളെ ഒരു വീട് ഇന്നത്തെ കാലത്ത് കോൺക്രീറ്റ് ബിൽഡിങ്ങോ എന്തുണ്ടാക്കിയാലും ഒരു 25 വർഷത്തിൽ കൂടുതൽ ലൈഫില്ല. അതൊന്നുകിൽ പൊട്ടി പൊളിഞ്ഞു പോവും, ഇല്ലെങ്കിൽ പ്രകൃതി അതിനെ ഇല്ലാതെയാക്കും. അത് അങ്ങനെയാണ് ഇന്ന് കാലാകാലം 10-200 വർഷമൊക്കെ നിൽക്കുന്നത്. ഇപ്പം ഈ മഠം പോലെ നിൽക്കുന്ന 100-200-300 വർഷം പഴക്കമുണ്ട്. പക്ഷെ ഇന്ന് ഇതുപോലെ ഇത് പൊളിച്ചിട്ടുണ്ടാക്കാൻ നോക്കിയാൽ ഉണ്ടാവില്ല. ലൈഫ് കുറവായിരിക്കും. നമ്മുടെ ലൈഫ് കുറവാ, ആയുസ് കുറവാ. അപ്പം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയാലും നശിക്കാനായിട്ട് ഉണ്ടാക്കിക്കോളൂ. നമ്മൾ നശിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞാലും മക്കളായിട്ട് അവർക്ക് ആ വീട് പോരാൻ തോന്നും, പൊളിച്ചിട്ട് വേറെ ഉണ്ടാക്കും. അപ്പം ഇതൊക്കെ ഈ ആസുരി ഭാവത്തിന്റെ പരിണിത ഫലങ്ങളാണെന്നർത്ഥം. ഇന്ന് ആസുരി സമ്പത്തിനെ പറ്റി നമുക്ക് കണ്ടുപിടിക്കാനോ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരോ നമുക്ക് അനുഭവിക്കാനോ ഒരു വിഷമവുമില്ല. മനസ്സിലായില്ലേ? കാരണം കലിയുഗത്തിൽ ഒരു വിഷമവുമില്ല. ആസുരി സമ്പത്താണ് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആസുരി സമ്പത്തിന്റെ അതിക്രമം. ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ ഒരു നിയമത്തിന് സാധ്യമല്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. ഇത് അത്രൈസ്ഡാ 75% അധർമ്മം ചെയ്യാൻ. സുപ്രീം കോടതി ജഡ്ജ് വരെ ചെയ്യും ഇത്. വിമർശിക്കുക നിരൂപനാന്നൊക്കെ പറഞ്ഞോളൂ, ഇല്ലാന്ന് 100% പെർഫെക്ഷൻ ഒരു സ്ഥലത്ത് കാണില്ല. അതേപ്പറ്റി വിളിച്ചു പറഞ്ഞിട്ടാ ഇപ്പൊ രാഷ്ട്രപതി പുറത്തായത്. സുപ്രീം കോടതി അവരെ വിമർശിച്ചു രാഷ്ട്രപതിക്ക് എതിരായിട്ട് പറഞ്ഞു. ഇപ്പൊ ഇരിക്കുന്ന അയാൾ പറഞ്ഞല്ലോ, വാർത്തയിലൊക്കെ വന്നു, മീഡിയയിൽ വന്നതാ. അയാളിപ്പോ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് പുറത്തായത് അതുകൊണ്ടാ. ഇതൊക്കെ പിന്നിൽ ഒരുപാട് ചരടുകളില്ലേ. അപ്പോ ഈ പറയുന്ന പ്രശ്നം, ഇനി പറയുന്ന അത് നിശ്ചിതമായ ഏതാവധി ഇതിഥി നിശ്ചിത വിഷയ സുഖാനുഭവം തന്നെ, എല്ലാം അത് തന്നെ പരമപുരുഷാർത്ഥം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഭക്തന് പോലും ന്യായമാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ ഈശ്വരനെ പൂജിക്കുന്നത് പോലും ഈ വിഷയ സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ നിശ്ചയവും. അപ്പൊ അതിനുള്ള ചിന്തകളായിരിക്കും നിങ്ങളിൽ ഉണ്ടാക്കുക. അത് സാധിക്കാൻ വേണ്ടിയിട്ട് ന്യായമോ അന്യായമായ മാർഗം സ്വീകരിക്കും. ഗുരുവായൂരപ്പനെ കാണാൻ പോയാൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ 4500 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ അന്യായമായ മാർഗത്തിലൂടെ പോകും. അവിടെ ഇപ്പൊ ക്യൂ ആയപ്പോ ചിലപ്പം പിന്നെയും റെക്കമെൻഡേഷൻ വേണ്ടി വരും. ആദ്യം കടത്തിവിടാം. സ്പെഷ്യൽ ദർശനത്തിന് 1000 രൂപയുടെയോ 4500 രൂപയുടെ ഒക്കെ ടിക്കറ്റ് എടുത്ത് പോയാലും ഇപ്പൊ അവിടെ അതിന് വരെ ക്യൂ ആ. എന്തുകൊണ്ടാണ്? എല്ലാവരുടെ അടുത്തും കാശ് ഇത്ര മാത്രം എണ്ണമില്ലാത്തത് കൊണ്ടതല്ലേ പോയിട്ട് സ്പെഷ്യൽ ദർശനത്തിന് കാശ് കൊടുത്തിട്ട് കയറി നിൽക്കണേ. കാശില്ലെങ്കിൽ സാധാരണ ക്യൂല് വരും, ഇല്ലേ? അപ്പൊ അവിടെ അന്യായ മാർഗം. എന്നിട്ട് അതിലും വരെ റെക്കമെൻഡേഷന് ശ്രമിച്ചാൽ അതിൽ പിന്നെ 5 ഉറുപ്പിയുടെ കൂടെ കൊടുത്തിട്ട് കാവൽക്കാരെ പറഞ്ഞിട്ട് എന്നെ മുമ്പിൽ കയറ്റിവിടാൻ പറഞ്ഞാൽ, ഈ ആസുരി ഭാവത്തിലെ തരികിട അന്യായമായ മാർഗം സ്വീകരിക്കാൻ ഭഗവാന്റെ അടുത്തേക്ക് വരെ എത്താൻ വേണ്ടിയിട്ട് എന്ത് മാർഗം സ്വീകരിക്കും?
ഞാൻ പറഞ്ഞല്ലോ, ഈ അസുരീഭാവത്തെയും ദൈവീയ സമ്പത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന, ഗീതയിൽ ചർച്ച ചെയ്യുന്നത് ഭക്തിയുള്ളവരിൽ തന്നെ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ അസുരീഭാവത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഇല്ലാത്തവരെ ലിസ്റ്റ് പെടുത്തിയിട്ടില്ല ഭഗവാൻ. നിരീശ്വരവാദി യുക്തിവാദികളെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, അവരെ ഈ ചർച്ചയ്ക്കേ എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വരെ ഈ ആസുരീഭാവം പൂർണ്ണമായിട്ട് തുടച്ചു കളയാൻ പറ്റില്ല എന്നർത്ഥം. അത് പിന്നെ ഭഗവാനെ പ്രദർശിച്ചിട്ടാലും ഇല്ല, പൂജ കഴിച്ചിട്ടാലും ഇല്ല. തന്ത്രിമാരും ബ്രാഹ്മണരും ഒക്കെ പണസമ്പാദന ഒരൊറ്റ ലക്ഷ്യമായി മാറിയിരിക്കുക ഇപ്പൊക്കാലം. എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, അതിനു വേണ്ടിയിട്ട് വലിയ അലങ്കാരഭൂഷിതമായിട്ടൊരു ആരും അട്രാക്ട് ചെയ്യാൻ പാകത്തിന് ഒരു പൂജയൊക്കെ നടത്തും ഇപ്പം, വേഷഭൂഷാദികളെ കൊണ്ടൊക്കെ. പൂജ കഴിക്കുന്ന ആളെയും പൂജകനെ കണ്ടാലും എല്ലാവരും ആകർഷിക്കും. അതുപോലെ കളമൊക്കെ വരച്ചു കഴിഞ്ഞാൽ വളരെ ചിത്രകലയൊക്കെ ഉപയോഗിക്കും ഖേമായിട്ട്, അല്ലേ? 4 വശം തേച്ച് മഴയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് വളരെ ഭംഗിയായിട്ട് പോയി. എന്തിനാ? അന്യായമാർഗ മാർഗത്തിലൂടെ പണസമ്പാദന, പേര് ഈശ്വര പൂജ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അടുത്ത ദിവസം ഈ വേറെങ്ങുമില്ല, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തുള്ള ഒരു നമ്പൂരി ഇപ്പൊ നാരായണിയും കൊണ്ട് ഹോമം തുടങ്ങിക്കുക. ഓരോ ദശകം കഴിയുമ്പോഴും ഓരോ ഹോമം, അതിനൊരു വേദിയൊക്കെ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ. ഞാൻ കണ്ടുപിടിച്ചാന്ന് പറയും. എന്ത് കണ്ടുപിടിച്ചു? അന്യായമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ കണ്ടുപിടിച്ചു എന്ന് പറയും, അല്ലേ? നേരിട്ട് പറഞ്ഞാൽ ഞാൻ ശത്രുവാകും. എനിക്ക് അടുത്ത പരിചയമുള്ളവരാ, എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കും ചിലപ്പോൾ പരിചയം ഉണ്ടാവും ആളെ പറഞ്ഞു. അദ്ദേഹം ക്ഷേത്രകലകളെ പറ്റി, ഇല്ലേ ക്ഷേത്രാചാരങ്ങളെ പറ്റി കൃത്യമായിട്ട് പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളാണ്. ഗ്രൂപ്പിൽ പ്രഭാഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ചിലപ്പോൾ അറിയാം, ഞാൻ പേര് പറയാതെ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാവും. എന്നോട് അന്നും ഇങ്ങനെ പറഞ്ഞ വേറൊരാൾ അതേപ്പറ്റി പറഞ്ഞ് എന്നെ മനസ്സിലാക്കി. ഞാനത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഫോട്ടോസും ഞാൻ കണ്ടു. നാരായണീയം ഹോമം നടത്തുന്നതൊക്കെ. നാരായണീയം ഒരു സൈഡിലിരുന്നുകൊണ്ട് നാരായണീയ പാരായണം നടത്തുന്നു ഒരു കുറേ ഭക്തര്. ഇദ്ദേഹം വലിയ കളമൊക്കെ ഒരുക്കി ഹോമം കൊണ്ടൊക്കെ നിർമ്മിച്ച് അവിടെ ഹോമം നടക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ അന്യായമായ മാർഗ ഈശ്വരന്റെ പേരിൽ. ഏത് തരത്തിലും പണം സമ്പാദിക്കണമെന്ന് വിചാരിച്ചാൽ എന്ത് കാട്ടിക്കൂട്ടിയിട്ട് അതിനുള്ള ഭക്തരുമുണ്ട്. അതാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കാനും ചെയ്യാനും കൂടെ നിൽക്കാനും ഭക്തരും കണ്ണു അടച്ച് പ്രാകൃത ഭക്തി കൊണ്ട് നടക്കുന്നുകൊണ്ടാ. എന്തിനു പറയണു? എനിക്കിന്ന് ദേഷ്യം വരുന്ന സമ്മതി ഇവിടെ നടന്നു, മനസ്സിലായില്ലേ? ഞാനിപ്പോ കർക്കിടക മാസം കുറേശ്ശെ എല്ലാവർക്കും 1/2 ഗ്ലാസ് വീതം ഔഷധക്കഞ്ഞി കൊടുക്കാന്ന് പറഞ്ഞ വെച്ചേക്കുന്നത്. വന്നവർക്ക് വയറ് നിറച്ച് കഴിച്ചിട്ട് തോന്നും, പിന്നെ വരുന്നവർക്ക് ഇല്ലാതെയാകുന്ന കാര്യം, പാത്രം കാലിയാകുന്ന അറിയുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത് വെച്ചുണ്ടാക്കണോ? അതിന് അന്യായ മാർഗം. നമ്മ ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്ലാസ് അല്ലേ 1/2 ഗ്ലാസ്, അതിൽ കൂടുതൽ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചല്ല ഉണ്ടാക്കണത്. എന്നിട്ട് ഞാൻ അത് പിന്നെ ഞാനിപ്പോഴത്തെ കഴിഞ്ഞിട്ട് അത് വിളമ്പി കൊടുക്കാൻ പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഓരോരുത്തർ എടുത്ത് കഴിക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളമ്പി കൊടുത്താലും 1 ഗ്ലാസ് അല്ല, 2 ഗ്ലാസ് അല്ല, 3 ഗ്ലാസ് അല്ല, പിന്നെ പോകുമ്പോൾ കൊണ്ടുപോകും കൂടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെയാണ് പ്രാകൃത ഭക്തി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ആസുരി സമ്പത്താ. ഇതിന്ന് മനസ്സിലായപ്പോ ഞാൻ നാളെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ കളിക്കാനുള്ളതല്ല എന്ന് പറയുന്നത്. അഹിതമുള്ളവർ പൊയ്ക്കോട്ടെ, കഴിക്കണ്ട. ഔഷധക്കഞ്ഞി മരുന്ന് നമ്മൾ വയറ് നിറച്ച് കഴിക്കാറുണ്ടോ? ഇതൊന്ന് ചിന്തിച്ചാ പോരെ.
ഇതിനൊന്നും ഒരു വിവരം വേണ്ട, മനസ്സിലായില്ലേ? ഇതാണ് യുഗത്തിന്റെ, കലിയുഗത്തിന്റെ പ്രത്യേകത. ഭക്തിയുടെ പേരിലാണെങ്കിലും ആരെങ്കിലും ഒന്നൊരു സേവനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദുർവിനിയോഗം ചെയ്യോ അതേ മിസ്യൂസ് ചെയ്യാനോ ആൾക്കാരുണ്ടാവും. നമ്മൾ ഗുരുവായൂർ തന്നെ ചെന്ന് കഴിഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്ന ആൾ തൊഴാനുണ്ട്, അല്ലെ പിന്നിലും ആള് നിൽക്കണ്ടെന്ന് വിചാരിക്കണ്ടേ മുമ്പിൽ പോകുന്നവൻ? ആ മാറില്ല. ജന്മം ചെയ്ത പിടിച്ചു മാറ്റാതെ നിവൃത്തിയില്ലാതെ കാവൽക്കാർക്ക് അങ്ങനെ പെരുമാറേണ്ടി വരിക. എന്നിട്ട് കാവൽക്കാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും വരും. ചില ആൾക്കാരുണ്ടല്ലോ, മറ്റുള്ളവർ പിന്നിലുണ്ടെന്നോ അവിടെ നിന്ന് എല്ലായിട്ട് അനങ്ങം ബലം പിടിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെ കാവൽക്കാർക്ക് പിടിച്ചു മാറ്റാതെ പറ്റാതെ വരും. ഇതൊക്കെ ആസുരി ഭാവമാണ്. ആകെ തിരക്കിനിടയ്ക്ക് ഒരു നിമിഷം നിങ്ങൾക്ക് ആ കേശാദിപാദം കണ്ട് തൊഴാൻ സാധിച്ചാൽ അത് മഹാഭാഗ്യം എന്ന് സിദ്ധിച്ച് ദാ ഇപ്പൊ ഇന്നലെയും ഇന്നും ഒറീസയിലും ഇല്ലെങ്കിൽ കേദാർനാഥിലും ഒക്കെ തിരക്ക് കൂടിയിട്ടേ അവിടെ തൊഴാൻ വരുന്നവരെ പട്ടാളക്കാരെ അടിക്കുക, അട്ടി കൊണ്ടിട്ട് മാറേണ്ട ആൾക്കാര്. കേദാർനാഥ് പട്ടാളക്കാരുടെ കയ്യില കംപ്ലീറ്റ് കൺട്രോളില്ല, സെക്യൂരിറ്റി. അവിടെ പോലീസല്ല, നേരിട്ട് സൈന്യ. CRPF സപ്പോർട്ടിനുണ്ടെന്നേ ഉള്ളൂ, എന്നാലും പട്ടാളം തന്നെ അവിടെ കാണും. അത് ബദ്രീനാഥ് ഉണ്ടെങ്കിലും ബദ്രീനാഥ് കുറച്ചുകൂടെ ഫ്രീയാ. അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. പക്ഷെ കേദാർനാഥിൽ ഈ പരിപാടിയൊന്നും പറ്റില്ല. അവിടുത്തെ തിരക്ക് വണ്ണം എല്ലാവർക്കും അഭിഷേകം ചെയ്യണം, എല്ലാവർക്കും എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. അത് പുരിയിൽ പോയിട്ടുള്ളവർക്കറിയാം. നിങ്ങൾ പൈസ പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിക്കിടാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന പണ്ഡിതികൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കും. അവിടുത്തെ പണ്ഡിതികൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ദർശനം നടത്തിക്കൊള്ളുക, പൈസ എടുത്ത് പുറത്ത് പിടിക്കരുത്, പിടിച്ചു പറിക്കും. അതിന് ട്രെയിനിങ് ഉള്ളവർ അവിടെ നിൽക്കുന്നുണ്ടേ. ഇതൊക്കെ അന്യായമായ മാർക്കാണ്. കൊടുക്കുന്നത് മേടിച്ചോട്ടെ, ആരെങ്കിലും കൊടുക്കുന്നത് പിടിച്ചു പറിക്കാന്ന് പറഞ്ഞാൽ അതും ഭഗവാന്റെ മുമ്പില് പിടിച്ചു പറിക്കൽ മാത്രമേ ഉള്ളൂ. എന്നാ ഒരു 5 മിനിറ്റ് നിന്നിട്ട് നിങ്ങൾ തൊഴുതിട്ട് പൊക്കോളാൻ പറയില്ല. അവിടുന്ന് ഉന്തി മാറ്റുകയും ചെയ്യും. ഉന്തി മാറ്റണ പ്രശ്നമല്ല, അതുപോലെ തിരക്കുള്ളടുത്ത് ആൾക്കാർ തന്നെ ഉന്തി മാറ്റിക്കൊള്ളും. അത് സെക്യൂരിറ്റിക്കാരൊന്നും വേണ്ട. നമ്മൾ നിന്ന് കൊടുന്നേച്ചാ മതി, കൊണ്ടുപോകും. അപ്പൊ ഇതൊക്കെ ആസുരീ സമ്പത്തിന്റെ പ്രഭാവമാണ് ഈശ്വര സന്നിധിയിൽ പോലും നടക്കുന്നത്. അവിടെ പണസമ്പാദനം ന്യായമായ മാർക്കോ അന്യായമായ മാർക്കോ അല്ല. അപ്പം ഞങ്ങളെ തൊഴിക്കാൻ കൊണ്ടുപോയതും പണ്ഡിജി ആണ്. പൂരിയിൽ പോയിട്ട് അതുപോലെയുള്ള പണ്ഡിജിയുടെ ആൾക്കാരാണ് കൊണ്ടുപോയത്. അവിടുന്ന് തന്നെ പറഞ്ഞു, അവര് ഞങ്ങള് ഗുണ്ടകളെ പോലെ നിൽക്കും, ഞങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോന്നോണം, എന്നാലേ നിങ്ങൾക്ക് തൊഴുതിട്ട് മാറാൻ പറ്റുള്ളൂ. പിന്നെ പൈസ ഒരിക്കലും എടുത്ത് കൈപ്പിടിക്കരുത്. ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സുഖമായിട്ട് തൊഴുതിട്ട് വരികയും ചെയ്തിട്ടു. പക്ഷെ ഇവര് ശരിക്കും വഴി ഒരുക്കി തരുമായിരുന്നു. 4 പേര്, മനസ്സിലായില്ലേ? നമുക്ക് ശരിക്കും ഉണ്ടായസം കാണിച്ചിട്ട് അവര് ഇടിച്ച് തെറിച്ച് നമുക്ക് കടന്നു പോകാനുള്ള വഴി ഉണ്ടാക്കി തരും. അങ്ങനെയൊക്കെ തൊഴുതിട്ടുണ്ട് പുരിയിൽ. ഒരു പ്രാവശ്യം പോയി തൊഴുതിട്ട് ഇനി അവിടെ പോകണം എന്ന് തോന്നാറില്ല, മനസ്സിലായി? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ദക്ഷിണയും കൊടുക്കണം. അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണല്ലോ. അത് ന്യായമായ മാർക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എന്നാലും നമ്മൾ സുഖമായിട്ട് തൊഴുതു. അപ്പം നമ്മൾ ഈ ഭണ്ഡാരത്തിലിടുന്ന കാശ് അവർക്ക് കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. മറ്റവര് പിടിച്ചു മറിക്കും. ഇവര് ഇത്രയും സേവനം ചെയ്തിട്ട് നമ്മൾ കൊടുത്തു മേടിക്കും. ഇപ്പൊ ദേവസ്വന് കാശില്ലാഞ്ഞേട്ടാ സ്പെഷ്യൽ ദർശനത്തിന് ഇത്രയൊക്കെ കാശ് മേടിച്ചിട്ട് വേണം ഇവിടെ. ഒരാൾക്ക് കയറണമെങ്കിൽ 1000 രൂപയും 5 പേർക്ക് കയറാന്ന് പറയുന്നുണ്ട്. നെയ്വിളക്ക് പ്രസാദം ഒരു കിറ്റൊക്കെ കിട്ടും, ആയിക്കോട്ടെ. എന്നാലും അവിടെ ഇപ്പൊ തിരക്കായി, അവിടെയും VIP ട്രീറ്റ്മെന്റ് വേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നർത്ഥം, മനസ്സിലായില്ലേ? ആദ്യം കയറി തൊഴണമെങ്കിൽ അതും ക്യൂ ആയപ്പോ എന്ത് ചെയ്യും? ടിക്കറ്റ് എടുക്കാനും ക്യൂ,
പിന്നെ അത് കഴിഞ്ഞ് അകത്ത് കയറി തൊഴാനും സ്പെഷ്യൽ ദർശനം എന്ന് പറഞ്ഞാൽ നേരിട്ട് അകത്തുനിന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പോകുന്ന വഴിക്ക് തന്നെ പോവുക. അവര് ഇടയ്ക്കൊന്ന് സ്പെഷ്യൽ ലൈനിൽ കൂടെ കടത്തി വിടുന്നു മാത്രമേ ഉള്ളൂ. അതിനും ക്യൂവാ. മൂകാംബികയിലൊക്കെ പിന്നെ സ്പെഷ്യൽ ദർശനം എടുത്താൽ നമ്മളെ വടക്കേ നടക്കൂടെ അകത്ത് നേരിട്ട് കയറാം. സ്പെഷ്യൽ ക്യൂ ഉണ്ട്. സ്പെഷ്യൽ ദർശനത്തിന് സ്പെഷ്യൽ ക്യൂ ഉണ്ട്. അവരെ സെപ്പറേറ്റ് കടത്തി വിടും. ഒരുപാട് ഈ കാശ് മേടിക്കലേ ഉള്ളൂ. അതിന് സ്പെഷ്യലായിട്ട് ലൈനൊന്നുമില്ല. പുറത്തുനിന്ന് നാലമ്പലം വരെ പോകും സ്പെഷ്യലാന്ന് പറഞ്ഞ. അതിനപ്പുറത്തേക്ക് ചെന്നാൽ കായന വാച നയസേന്ദ്ര ആ ഇടി തന്നെ കൂടിപ്പോണം. ഇല്ലെങ്കിൽ VVIP ആയിരിക്കണം. മനസ്സിലായില്ലേ? പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള പദവിയിലിരിക്കുന്നവർ വന്നാൽ പിന്നെ ബാക്കി എല്ലാവരും മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് ഇവരെ ഇതും അന്യായമായ മാർഗം. അവിടെ ആസുരി ഭാവമാണ്. ഭഗവാന്റെ അടുത്ത് എല്ലാവരും തുല്യരാണ്. ഒരു വ്യത്യാസമാണ്. തലേ ദിവസം മുതൽ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് അതിന്റെ റിഹേഴ്സലും ഉണ്ടാവും. എന്തൊക്കെയാണ് എന്തായാലും ഇതൊക്കെ ആസുരി സമ്പത്തിന്റെ പ്രഭാവമാണ്. നമ്മുടെ വ്യക്തിയിലായിക്കോട്ടെ, ഒരു ഗ്രഹത്തിലായിക്കോട്ടെ, ഒരു ക്ഷേത്രത്തിലായിക്കോട്ടെ, ഒരു ആധ്യാത്മിക രംഗത്ത് സന്യാസി മഠത്തിലായിക്കോട്ടെ, ഒരു രാഷ്ട്രത്തിലായിക്കോട്ടെ, ഒരു പഞ്ചായത്തിലായിക്കോട്ടെ, എവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അത് ആസുരി സമ്പത്തിന്റെ പ്രഭാവം അതിക്രമിക്കുമ്പോഴാണ് സംഭവിക്കുക എന്നർത്ഥം. ദൈവീയ സമ്പത്തിനെ മാത്രം ആശ്രയിച്ച് കൊണ്ട് ആസുരി സമ്പത്തിനെ നിലനിർത്താൻ ശ്രമിക്കുന്നവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നതല്ല. കലിയുഗത്തിൽ പോലും ഒന്നും ബാധിക്കാതെ പോകും. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ലല്ലോ. ഞാൻ തൊഴാറുമുണ്ട്. 5 പ്രാവശ്യമൊക്കെ ഇതേ പറയുന്ന ഗുരുവായൂർ ഒരേ റൗണ്ടിൽ പോയിട്ട് തൊഴുതിട്ടുമുണ്ട്. ഗുരുവായൂർ ഏകാശിക്ക് വരെ തൊഴാൻ അവസരം കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഭഗവാന്റെ ആ ഭക്തി എന്ന് പറഞ്ഞാൽ അത് അനന്യഭക്തിയിലായാൽ ആ ഭഗവാൻ നമ്മളെ എപ്പം ഏത് കാലത്തായാലും വേണ്ടിലും പിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടായിരിക്കും നിൽക്കുക. നമ്മൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്ന് മാത്രം. അതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇനി 3 ശ്ലോകത്തിൽ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും ജന്മത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു പാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നതിൽ യാതൊരു സംശയവും. ഈ ഒരു ഭാവം നമുക്ക് ജീവിതത്തിൽ ഈ ജന്മത്തിലോ ഇല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിലോ ഉണ്ടായിട്ടുണ്ടാകും. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഇത്ര ഭക്തിഭാവത്തിൽ ദൈവീയ സമ്പത്തോടു കൂടി ജനിക്കില്ല എന്നർത്ഥം. കാരണം ഈ ക്ലേശങ്ങളും ഈ പറയുന്ന ഭാവമൊക്കെ നമ്മളിലൂടെ വന്നു പോയാൽ മാത്രമേ നമുക്ക് അന്ധകരണ ശുദ്ധി വരൂ. അപ്പൊ ഇതൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. ഈ ഒരു ഘട്ടങ്ങളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് പറയണതിന് മുമ്പ് തന്നെ നമ്മൾ മുൻകൂട്ടി ഇൻഫർമേഷൻ നൽകാം. നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ കൂടെ ഇപ്പോഴാണേലും വേണ്ടില്ല ഈ ആധ്യാത്മികതയിലേക്കൊക്കെ വരുന്നതിന് മുമ്പും നമുക്ക് ഈ ഭാവങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാവും. ഇതമദ്യ മയാ ലപ്തം യമം പ്രാപ്സ്യ മനോരഥം ഇതം അസ്ഥീതി അഭിമേ ഭവിഷ്യതി പുനർധനം. എപ്രകാരമാണോ ദൈവിക സമ്പത്തിന്റെ യൂട്ടിലൈസേഷൻ നടക്കുന്നത് അതേപോലെ ആസുരി സമ്പത്തിന്റെ യൂട്ടിലൈസേഷനിൽ നമ്മൾ വന്നിട്ടുണ്ടാവും. ഇത് രണ്ടും അനുഭവിക്കാത്തവർക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാവില്ല. ഇത് രണ്ടും അനുഭവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അഭ്യാസ. മനസ്സിലായില്ലേ? ഈ അഭ്യാസത്തിലൂടെ വിരക്തി ഉണ്ടാക്കണം. നമുക്ക് ദോഷം ചെയ്യുന്നത് എന്താണോ അനുഭവത്തിലൂടെ പഠിച്ചിട്ട് ഇത് വേണ്ടാന്ന് വെക്കണം. നിങ്ങൾ നിസ്സാര മൊബൈലിൽ ഒരു സീരിയൽ കാണില്ല, ഇനി മേലാൽ ഇത് കാണില്ല എന്ന് നിശ്ചയിച്ചു. നിങ്ങളുടെ ജന്മവാസന കിടക്കണ്ടേ നിങ്ങളുടെ കൈ അറിയാതെ അതിലേക്ക് പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതി ഇപ്പൊ പിന്നെ സൈക്കോളജി അനുസരിച്ച് നിങ്ങൾ യൂട്യൂബിലോ അല്ലെ ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഒരു സീൻ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഗതി നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ പിന്നെ സോഷ്യൽ മീഡിയക്ക് നിങ്ങളുടെ സൈക്കോളജി അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ഏത് വിഷയത്തിലാണോ ടച്ച് ചെയ്തത് അത് റിപ്പീറ്റ് ആയിട്ട് അതുപോലുള്ള സംഗതി നിങ്ങളുടെ മുമ്പിൽ വരാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങൾ ഒരു ദിവസം ഒരു പാട്ട് കേട്ടാൽ
ആ പാട്ടോ ഇല്ലെങ്കിൽ അതേപോലെയുള്ള പാട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ചവറു പോലെ വരും. യൂട്യൂബ് എടുത്ത് നോക്കോളൂ, എന്ത് വേണേലും വേണ്ടില്ല. കാരണം നിങ്ങളെ വിഷയഭോഗ സുഖങ്ങൾ രമിപ്പിക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ ഉദ്ദേശ ലക്ഷ്യം, മനസ്സിലായില്ലേ? അതിൽ നിന്ന് നിങ്ങൾ നെറ്റ് വലയ്ക്കാത്ത ആണല്ലോ. എൻ്റെ കാശ് ഗൂഗിൾക്കാർ മേടിച്ചോളും, നിങ്ങൾ പോലും അറിയാതെ മേടിക്കും. പൾസിനനുസരിച്ച് കാശ് മേടിക്കും. നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോഴാ റീചാർജ് ചെയ്യാറായി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ, മനസ്സിലായില്ലേ? അതുവരെ നേരത്തെയൊക്കെ നോക്കുമായിരുന്നു എത്ര പൈസ തീർന്നു, കൂപ്പൺ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എത്ര പൈസ തീരുന്നു, കൊടുക്കുന്നു, എത്ര പൈസക്ക് റീചാർജ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് കണക്ക് വയ്ക്കും. കൂപ്പൺ അനുസരിച്ച് പോയി റീചാർജ് ചെയ്യണേ ചിലപ്പോൾ കടയിൽ പോകണമായിരുന്നു, നമ്മൾ വീട്ടിൽ ഇരുന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം റീചാർജ് ചെയ്യാൻ ഓൺലൈനും കൂടെ സൗകര്യം ഉണ്ടായിരുന്നെ. ഇപ്പം മെസ്സേജ് വരുമ്പോഴാണ് പൈസ തീർന്നു എന്നറിയാം. നെറ്റ് ഓഫ് ചെയ്യണതും ഓൺ ചെയ്യണതും, ഞാൻ ഒരിക്കലും നെറ്റ് ഒന്നും ഓഫ് ചെയ്ത് വെക്കാറേ ഇല്ല. എല്ലാ മാസവും എത്ര പൈസ അടയ്ക്കേണ്ടതെന്നുള്ളത് അറിയാം. അത് തീർന്നു എന്നറിയുമ്പം മെസ്സേജ് വരും, അപ്പം റീചാർജ് ചെയ്യും. ഇതേപോലെയാണ് 99% ആൾക്കാർ. ഇതിനിടയ്ക്ക് എത്ര പൈസയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിക്കണേന്ന് നിങ്ങൾ അറിയോ? അല്ലേ? ശമ്പളം കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഒരാളുടെ നെറ്റ് കണക്ഷനിൽ നിന്ന് ഒരു ദിവസം 1 രൂപ വെച്ച് പിടിച്ചോളാൻ പറഞ്ഞിട്ട് ശമ്പളവും കൊടുത്ത്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ട് ആളെ നൈറ്റ് 24 മണിക്കൂർ ഡ്യൂട്ടി ഷിഫ്റ്റ് വൈസ് ഓരോ നെറ്റ് സർവീസുകാരും വെച്ചിട്ടുണ്ട്. നിങ്ങൾ വൈകുന്നേരം കിടക്കണ വേണ്ടുമ്പോൾ ബാലൻസ് നോക്കിയിട്ടാണോ, അതാ നെറ്റ് ഓഫ് ചെയ്തിട്ടാണോ കിടക്കാറ്? രാവിലെ എഴുന്നേൽക്കുമ്പം അത് തിരിച്ച് ഓൺ ചെയ്യുമോ? എത്ര ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? ഒരു കാലത്ത് ഇതൊക്കെ നോക്കിയിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ 10 വർഷത്തിനകം ഞാൻ പണ്ട് ഗുരുവായൂരിന്ന് പറഞ്ഞതാ, എല്ലാം ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും നെറ്റിനകത്ത് വലയ്ക്കകത്താക്കും. വലിയൊരു വല വിരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ അതിൽ പെട്ടു. ഇനി ഇതിന് പുറത്ത് കിടക്കാൻ പറ്റില്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞ അസ്വാതന്ത്ര്യത എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ വെറുതെ പറയണതാ. ഇതിലൊക്കെ സ്വാതന്ത്ര്യമായിട്ടാണ് ജീവിച്ചിരുന്ന. ആ വിദേശികളിവിടെ ഭരിച്ചിരുന്നപ്പോൾ അവർക്ക് എതിരാകാതെ നിന്നാൽ മതി, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് കഴിയാൻ. കാണുന്നവരെയും പിടിക്കാൻ അവർ പിടിച്ചു കൊല്ലുമൊന്നുമില്ലേ, എതിർക്കുന്നവരെ പിടിച്ചു കൊന്നിട്ട് നിൽക്കും, അല്ലേ? ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ വെറുതെ പറയാ, മോഡിക്ക് പറയണത്. ഞാൻ പറഞ്ഞില്ലേ, മൂക്കിന്റെ അറ്റത്തും കൂടെ ഒരു മീറ്റർ വെച്ചാൽ നിങ്ങൾ ശ്വാസം എടുക്കുന്നതിന്റെ കാശും കൂടെ കൊടുക്കേണ്ട ഗതികേട് വരും ഇനി അധികം താമസിക്കാതെ. അതിന്റെ റേറ്റും കൊടുക്കണം, പിന്നെ അതിനും GST വരും. അപ്പം ഇതമദ്യ മയാലപ്തം ഇമം പ്രാപ്സ്യ മനോരഥം ഇതമസ്ഥിതി അഭിമേ ഭവിഷ്യതി പുനർധനം അസൗമയാ ഹതശത്രും ഹനിഷേ ശാപരാന്യപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജാനാസ്വിക്കോ അന്യോ സദൃശ്യോ മയാ യശേ ദാസ്യാമി മോദിഷേത്തെ ജ്ഞാനവിമോഹിത. ഇത് എവിടെ പോയാലും ഈ അധർമ്മം നമുക്ക് അന്യായമായ മാർഗത്തിലോ പണം സമ്പാദിക്കാന്ന് പറഞ്ഞാൽ, ഒരു ആശുപത്രി പോയാലുണ്ടാവും, എവിടെ ഏത് ഓഫീസിൽ നിങ്ങൾ കയറി ഇറങ്ങിയാലും, ബാങ്കിൽ കയറി ഇറങ്ങിയാലും, എവിടെ പോയാലും. ഇപ്പൊ 1-ാം തീയതി തൊട്ട് നമ്മളെ UPI ഗൂഗിൾ പേയിലൊക്കെ നിയമം മാറിയിട്ടുണ്ട്. ആർക്കൊക്കെ എത്ര പേർക്ക് അറിയോ എന്നറിയില്ല, മനസ്സിലായില്ലേ? ഇന്നലെ തൊട്ടേ കുറച്ച് നിയമം മാറ്റിയിട്ടുണ്ട്. അതിനും സർവീസ് ചാർജും ടാക്സും ഒക്കെ പിടിക്കാനുള്ള വഴി എന്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇപ്പം വെറുതെ പൈസ അയക്കാന്ന് വിചാരിക്കൊന്നും വേണ്ടാന്നർത്ഥം. അതിന് ലിമിറ്റേഷൻ വച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഒരു മാസം പൈസ അയക്കാം, ഗൂഗിൾ പേയിലൊക്കെ ചെയ്യാം, Paytm ആയാലും എന്തായാലും UPI ട്രാൻസാക്ഷൻ എത്ര വരെ ഉണ്ട്, എത്ര പ്രാവശ്യം ബാലൻസ് വരെ ചെക്ക് ചെയ്യാൻ നിയമം വന്നിട്ടുണ്ട്. അർത്ഥം നിങ്ങളുടെ അക്കൗണ്ടിലെ UPI ബാലൻസിൽ, നിങ്ങളുടെ ബാങ്കിലുള്ള അക്കൗണ്ടിൽ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും, കൂടുതലായ ചാർജ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സ്വാതന്ത്ര്യരാണെന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല, അസ്വാതന്ത്ര്യരാണ്. ഇത് തന്നെയാ ഭഗവാൻ പറഞ്ഞേ, നമ്മളൊക്കെ അസ്വാതന്ത്ര്യരായിട്ടാ ജനിക്കുക.
കാരണം എന്താ? ഏറ്റവും വലിയ അസ്വാതന്ത്ര്യമാണ് ഈ ആസുരീ സമ്പത്തിന്റെ തേച്ചു മാച്ച് കളയാൻ പറ്റാത്തൊരവസ്ഥ. ശരീരം നമുക്ക് ആസുരീ സമ്പത്താണ്. ആ ശരീരം നിർമ്മിച്ചിരിക്കുന്ന പ്രകൃതിയിൽ നിന്നാണ്. ആ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ ആസുരീ സമ്പത്തിന്റെ പ്രയോഗത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധ്യമല്ല. ദേഹമുള്ളിടത്തോളം കാലം, ദേഹബോധമുള്ളിടത്തോളം കാലം ഇതിന് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ആധ്യാത്മയിൽ പ്രവർത്തിച്ചാൽ പോലും പ്രകടമാകും എന്നാണ് പറയുന്നത്. അതം അദ്യ മയാ ഇതം ലപ്തം. ഇന്ന് എന്നാൽ ഇത് ലഭിക്കപ്പെട്ടു. എന്നാൽ ഇത് ലഭിക്കപ്പെട്ടു. ഇന്ന് എനിക്ക് ഇത് ലഭിച്ചു. എന്തെങ്കിലും കാര്യം ഒരു ദിവസം സാധിച്ചാൽ അതില് ഇങ്ങനെ പറയും നമ്മള്, ഞാൻ ഇന്ന കാര്യം ഇന്ന് സാധിച്ചു, അല്ലേ? ഇമം മനോരഥം പ്രാപ്യസേ. ഈ മനോരഥത്തെ ഞാൻ ഇനിയും പ്രാപിക്കും. മേ ഇതം അസ്തി. എനിക്ക് ഇത്രയും ഉണ്ട്, അല്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ഇവിടെ വന്നു പോയപ്പോ പലർക്കും തോന്നിയില്ലേ വലിയൊരു കാര്യം സാധിച്ചു, അല്ലേ? നിങ്ങൾ നാരായണീയത്തിന്റെ പേരിലേ ഇപ്പൊ ഗ്രൂപ്പിലുള്ളവര് ഇവിടെ ഈ യജ്ഞം നടക്കുന്ന വേദിയിൽ വന്നു പോയി, തിരുമേനിയെ കണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നിത് സാധിച്ചു എന്ന് തോന്നിയിട്ടില്ലേ? എനിക്ക് ഇന്നിത് സാധിച്ചു. ഈ തോന്നൽ ആസുരി സമ്പത്താ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ തുടങ്ങിയാൽ ആസുരി സമ്പത്തായി. അതൊരു വലിയ കേമത്തായിട്ട് കരുതിയാൽ ആസുരി സമ്പത്തായി. ഇമം മനോരഥം പ്രാപ്യസ. ഈ മനോരഥത്തെ ഞാൻ പ്രാപിക്കും, ഇത് സാധിച്ചു. മേ ഇതം അസ്തി. എനിക്ക് ഇത്രയും ഉണ്ട്. ഇതം ധനം അപി. ഇത്രയും ധനം കൂടി പുനഃഭവിഷ്യതി. എനിക്ക് ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. പുനർഭവിഷ്യതി. അസൗ ശത്രു മയാഹത. ഈ ശത്രു എന്നാൽ കൊല്ലപ്പെട്ടു. അതിൽ നെഗറ്റീവ് വന്നാലും അതും ഈ ഭാവത്തിൽ വരും എന്നർത്ഥം. ഞാനിപ്പോ ഒരാളെ ഉപദ്രവിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ ഉപദ്രവിച്ചു, അതും കേമത്തായിട്ട് വരുന്നു. ഞാൻ ഒരാളെ കൊന്നു, ഇനിയും ഞാൻ കൊല്ലും. അസൗ ശത്രു മയാഹത. ഈ ശത്രു എന്നാൽ കൊല്ലപ്പെട്ടു. അപരാൽ അഭിഹനിഷേ. മറ്റ് ശത്രുക്കളെയും ഞാൻ കൊല്ലും. അഹം ഈശ്വര. ഞാൻ നാഥനാകുന്നു. ഞാൻ തന്നെ ഈശ്വരനാണെന്ന് ഭാവം വരും. പിന്നെ മറ്റൊരു ഈശ്വരനെ എനിക്ക് ആശ്രയിക്കേണ്ടതുണ്ട്. ഞാൻ ദൈവമാണെന്ന് തോന്നിയാൽ അത് ആണെന്ന് തോന്നിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അത് തൻ്റെ ഉള്ളിൽ തന്നെ ബോധ്യം വന്നാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റൊരാളോട് ഒരിക്കലും പറയരുത് ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞേക്കരുത്. ഞാൻ ഗുരുവായൂരപ്പനാണെന്നോ ഇല്ലേ ഞാൻ ഇഷ്ടദേവത ചോറ്റാനിക്കരയമ്മയാണെന്നോ. ഇതൊക്കെ ഒരു ഭാവം നമുക്കൊരു സമയത്ത് വരും. ആ സമയത്ത് ചാടി പറഞ്ഞാൽ ആസുരി ഭാവമായി. അത് നിങ്ങളെ നശിപ്പിക്കും. അത് പാകണ്ട മതം എന്നാ പറയാ. അങ്ങനെ നമുക്ക് ഉപാസനയിൽ നിന്നൊരു ഭാവം, തന്മയി ഭാവം വരും. ആ ഭാവം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കാൻ പോയാൽ അത് ആസുരി സമ്പത്തായിട്ട് പരിണമിക്കും. അഹം ഭോഗി. ഞാൻ എല്ലാം അനുഭവിക്കുന്നു. അഹം സിദ്ധ. ഞാൻ സിദ്ധനാണ്. ബലവാൻ സുഖി. ഞാൻ ശക്തനും സുഖിയുമാണ്. അഹം ആഢ്യഹ. ഞാൻ ആഢ്യനാകുന്നു. അഭിജാനവാൻ അസ്മി. ഞാൻ കുലീനനാണ്. മയാ സദൃശ്യ അന്യ ക അസ്തി. എനിക്ക് തുല്യരായിട്ട് വേറെ ആരാ ഉള്ളത് എന്നൊരു ഭാവം വരും. ഏഷ്യ. ഞാൻ യാഗം ചെയ്യും. ദാസ്യാമി. ഞാൻ ദാനം ചെയ്യും. മോദിഷേ. ഞാൻ ആനന്ദിക്കും. ഇതി അജ്ഞാന വിമോഹിത. എന്നിങ്ങനെ അജ്ഞാനം കൊണ്ട് വിവേകം നശിച്ചവർ കരുതുന്നു എന്നർത്ഥം. അപ്പൊ ഈ ഭാവം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ഉണ്ടായിക്കൊണ്ടും ഇരിക്കുന്നുണ്ടാവും. ശരീരബോധമൊക്കെ ഉള്ളവർക്ക് ഉണ്ടെന്നർത്ഥം. അപ്പൊ ഞാൻ
ഇന്ന് ഞാൻ ഇത് നേടി, ഈ ആഗ്രഹം ആഗ്രഹവും സാധിക്കും, എനിക്ക് ഇത്രയും ഉണ്ട്, ഈ ധനം കൂടി ഇനിയും എനിക്ക് കിട്ടും, ആ ശത്രുവിനെ ഞാൻ കൊന്നു, മറ്റുള്ളവരെയും ഞാൻ കൊല്ലും, ഞാൻ പ്രഭുവാണ്, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നു, ഞാൻ നേട്ടം ഉണ്ടാക്കിയവനാണ്, ഞാൻ ശക്തനാണ്, സുഖിയാണ്, ഞാൻ ആഢ്യനാണ്, ഞാൻ കുലീനനാണ്, എനിക്ക് തുല്യനായിട്ട് ആരാണ് ഉള്ളത്? ഞാൻ യാഗം ചെയ്യും, ഞാൻ പൂജ ചെയ്യും, ഞാൻ ദാനം ചെയ്യും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഞാൻ സുഖിക്കും എന്നിങ്ങനെയൊക്കെ അജ്ഞാനത്താൽ വിവേകം നഷ്ടപ്പെട്ടവർ ആസുരി ജനങ്ങൾ കരുതുന്നു. ഇതാണ് ആസുരി സമ്പത്ത്. ഇത് നമുക്ക് ഈ ജീവിതത്തിൽ ഈ ജന്മത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴെങ്കിലുമൊക്കെ ഇത് വന്നിട്ടുണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കേമനാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. എനിക്ക് തുല്യരായിട്ട് വേറെ ആരും ഇല്ല എന്നും തോന്നാറുണ്ട്. അതൊക്കെ തിരിച്ചറിയലാ. എപ്പോഴൊക്കെ തോന്നിയെന്ന് ആലോചിച്ച് നോക്കാം. നമ്മളിത് അറിയാതെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ അറിയാൻ തുടങ്ങിയാലാണ് നിങ്ങൾക്ക് അന്ധകരണശുദ്ധി ഉണ്ടാവുള്ളൂ. ഞാൻ കുലീനനാണ്, ആഢ്യനാണ്, ഞാൻ അതാണ്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ കേമനായ പ്രഭാഷകനാണ്, എനിക്ക് തുല്യരായിട്ട് വേറെ ആരുമില്ല, ഞാൻ പറയുന്ന പോലെ വേറെ ആരും പറയില്ല, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇനിയും ചെയ്യും, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പോലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അർത്ഥം. എന്താ കാരണം? നമ്മൾ ഈ ആസുരി സമ്പത്തിന്റെ ഉടമയാ. ഇതാണ് ഏറ്റവും വലിയ അസ്വാതന്ത്ര്യത എന്ന് പറയുന്നത്. ഈ ശരീരത്തോടു കൂടി വന്നിരിക്കുന്നു, ശരീരം കിട്ടിയിരിക്കുന്ന പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയിലുള്ള വസ്തുക്കളൊക്കെ ആസുരി സമ്പത്താണ്. അത് ചേർത്തിട്ടുണ്ടാക്കിയതിനും ആസുരി സ്വഭാവം കാണിക്കും. ആ ശരീരം വച്ചുകൊണ്ട് തന്നെ ഇതിനെ ജയിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഈ ആസുരി സമ്പത്താകുന്ന ഈ നശിക്കുന്ന ശരീരം വച്ചുകൊണ്ട് തന്നെ ഇതിനെ അതിക്രമിച്ചു കൊള്ളണം. അപ്പോഴേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകൂ. അതിന് ദൈവീയ സമ്പത്ത് 50% നമ്മുടെ കയ്യിലുണ്ട്, 50% ആസുരി സമ്പത്തും ഉണ്ട്. ഈ ആസുരി സമ്പത്തിനെ ഒരിക്കലും പോഷിപ്പിക്കരുത്. പോഷിപ്പിച്ചാൽ ദൈവീയ സമ്പത്തിന് ക്ഷതമുണ്ടാകും, നമുക്കും ക്ഷതമുണ്ടാകും. ആ ക്ഷതം ത്രായതി ഇതി ക്ഷത്രക. ശരീരം കിട്ടിയിരിക്കുന്ന ഈ ക്ഷതത്തെ ഇല്ലാതെയാക്കാനാണെങ്കിൽ ദൈവിക സമ്പത്തിനെ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ ആസുരി സമ്പത്തിന്റെ പോഷണം നടക്കില്ല. അതും ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. മറ്റൊരു ഉപാധിയൊന്നുമില്ല. നമ്മുടെ ശരീരത്തിലും ദൈവീയ സമ്പത്തുണ്ട്, ആസുരി സമ്പത്തുണ്ട്. ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കൂ. 50% ഈ ആസുരി സമ്പത്തിനെ ഈ പറഞ്ഞ രീതിയിൽ ദുർവിനിയോഗം ചെയ്യണമെങ്കിൽ, ഏത് ഭാവം നമ്മളിൽ വന്നു പോകണമെങ്കിലും ദൈവിക സമ്പത്തിന് അംശമില്ലാതെ ഈ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവിക സമ്പത്തിനെ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുക, ദുഃഖം ഉണ്ടാക്കുക, ജന്മബന്ധനങ്ങൾ ഉണ്ടാക്കുക, വീണ്ടും വീണ്ടും ജനിക്കാനാകുക. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ദൈവീയ സമ്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിലെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആസുരി സമ്പത്തിനെ ഉപയോഗിച്ചോളൂ. അത് ന്യായമായ മാർഗത്തിൽ. അതിനു വേണ്ടിയിട്ട് അന്യായമായ മാർഗം സ്വീകരിച്ചാൽ വീണ്ടും അതും ദുർവിനിയോഗമാകും. രാവണന് പറ്റിയ പോലെ ആകരുത്. രാവണൻ ഇന്നും പ്രസിദ്ധനാ. എന്തുകൊണ്ടാ? ബ്രഹ്മചാരിയായിരുന്നു, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാ. പക്ഷെ ഒരു വിഷയഭോഗ സുഖത്തിന് വേണ്ടിയിട്ട് അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതാ രസം. ഇപ്പൊ സീതയെ കട്ടുകൊണ്ട് പോയിട്ട് സീത അനുഭവിക്കാൻ സാധിച്ചോ? അതൊന്നുമില്ല. ഇതാണ് ആവശ്യമില്ലാത്ത ചിന്തകളെ കൊണ്ട് നിറഞ്ഞ് സ്വപ്നം കണ്ടിരിക്കുക. അപ്പൊ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുക, വീഴ്ച വരുത്തുക, ഇതൊക്കെ ബ്രഹ്മഹത്യ.
എന്നാ സ്ത്രീ സുഖം അനുഭവിക്കാതെ അതിന് വേണ്ടിയിട്ട് എത്രയോ ദാസിമാരും ഭാര്യമാരും ഉള്ള ആളാ ഇത് അനുഭവിക്കാത്ത ആളൊന്നും അല്ലല്ലോ. ഇപ്പൊ സീത കട്ടുകൊണ്ട് പോയിട്ട് വേണോ എന്നാ അനുഭവിക്കാൻ സാധിച്ചു? അതുമില്ല. ഇതാണ് നമ്മുടെ കൈ കിട്ടിയ കാര്യം അനുഭവിക്കാൻ പറ്റില്ല ചിലർക്കേ. തൊണ്ണഭാഗ്യം ഇല്ലെങ്കിൽ മുമ്പിൽ കിട്ടിയ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? മുമ്പിൽ കിട്ടിയ ഭക്ഷണം നിങ്ങൾക്ക് തൊണ്ണഭാഗ്യമില്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. രാവണന് നന്നായിട്ട് അറിയായിരുന്നു രാമൻ എന്നെ കൊല്ലാൻ വന്നേക്കണത്. വന്ന് കൊല്ലട്ടെ എന്ന് വരെ വിചാരിക്കുന്നുണ്ട് ചില സമയത്ത്. എന്നാ ആസുരി സ്വഭാവം വിടുന്ന പ്രശ്നമില്ല. ഈ ദേഹബോധവും ഈ അഹങ്കാരവും ഈ ഞാൻ കേമനാണെന്നുള്ള ഭാവം ഉള്ളിടത്തോളം കാലം അത് ഇല്ലാതാകുന്ന പ്രശ്നമില്ല. പെൺമച്ചാനി ആയതുകൊണ്ട് ഇവന് സംഭവിക്കാൻ പോണ 3 കാലങ്ങളെ പറ്റി നല്ല അറിവുണ്ടായിരുന്നു രാവണന്. സ്വപ്നം കണ്ടാൽ പോലും അതൊക്കെ തന്നെ കാണുന്നു. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയാം. രാമൻ എന്നെ കൊന്നേക്കണേ, കൊല്ലാൻ വന്നേക്കണേ എന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ഈ സ്വഭാവം വിടാൻ പറ്റിയോ? എത്ര പേര് പറഞ്ഞു, വിഭീഷണൻ പറഞ്ഞു, കുംഭകർണൻ പറഞ്ഞു, സീതയെ തിരിച്ചുകൊണ്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് കേൾക്കുവോ? തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. പിയാസുരി സമ്പത്തിന്റെ അതിക്രമം ഉണ്ടായാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് സർവനാശത്തെ വിളിച്ചു വരുത്തും. അപ്പൊ നമ്മള് ഈ ഭക്തി മാർഗത്തിൽ പോലും സഞ്ചരിക്കുമ്പം ഈ ശരീരമുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുള്ള കാര്യം. കാരണം നമ്മൾ ജന്മസിദ്ധമായിട്ടുള്ള കാര്യം തന്നെ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നടക്കില്ല. പറയുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാവങ്ങൾ പോലും ഈ ശരീരമുള്ളിടത്തോളം കാലം ചില സമയത്തെങ്കിലും ഈ ആസുരീ ഭാവത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാലേ അതിന് കടിഞ്ഞാണിടാൻ പറ്റൂ. എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ അസുരി ഭാവം വരുന്നതെന്നോ ഏത് വിഷയത്തിലാണ് എന്നൊക്കെ നമുക്ക് വിടാൻ പറ്റാത്ത ജന്മവാസനകൾ പ്രകടമാകുമ്പോൾ ഈ ശരീര സംബന്ധം വിഷയഭോഗ സുഖങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് ശരീരമുള്ളിടത്തോളം കാലം പൂർണ്ണമായിട്ടൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. പറയുമ്പോൾ വിരക്തി അതുണ്ടാകണം ഇതുണ്ടാകണം എന്നൊക്കെ പറഞ്ഞാലും വേണ്ടില്ല. അല്ലേ? എന്താ സ്വാമി, ഉപേക്ഷിക്കാൻ പറ്റും അല്ലേ? സ്വാമി ഉപേക്ഷിക്കാൻ പറ്റും. പല കാര്യങ്ങളും ഉപേക്ഷിക്കണം എന്ന് പറ്റേണ്ടിയിരിക്കും. പിന്നെ അറിയാതെ അതിലേക്ക് തന്നെ പോകും. ഇവിടെ നിൽക്കാൻ പറ്റാത്തത് തന്നെ അതുകൊണ്ടാ. അല്ലേ? ഞാൻ എന്ത് വിഷയം വന്നാലും ഇവിടെ വിട്ടു പോവില്ല. പുറപ്പെടാ ശാന്തി പോലെ ഇവിടെ ഇരിക്കുക. മനസ്സിലായില്ലേ? അതുപോലെ ആർക്കെങ്കിലും വന്നിരിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഓരോ കാര്യത്തിലുമുണ്ട്. ഞാൻ ശക്തനാണ്, ഞാൻ നേട്ടമുണ്ടാക്കിയവനാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ആഢ്യനാണ്, കുലീനനാണ്, ഞാൻ യോഗിയാണ്, ഞാൻ ഭക്തനാണ്. എനിക്ക് തുല്യരായിട്ട് ഭക്തി ആർക്കാ ഉള്ളത്? ഞാൻ യാഗം ചെയ്യും, ഞാൻ പൂജ ചെയ്യും, ഞാൻ ദാനം ചെയ്യും, ഞാൻ അതുകൊണ്ട് സുഖിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും കാര്യത്തിലൊക്കെ വന്നു പോയിട്ടുണ്ടാകും. ഇല്ലാന്ന് ആർക്കും വാദിക്കാൻ പറ്റില്ല. കാരണം ശരീരം കിട്ടിയവർക്കൊക്കെ ഉണ്ട് ഇത്. ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ, ഒരു വിഷയത്തിലല്ലേ മറ്റൊരു വിഷയത്തിൽ ഈ പറയുന്ന കേമത്തൊക്കെ കാണിക്കും. അല്ലേ? എത്ര സെക്കുലർസ് ആണെന്ന് പറഞ്ഞാൽ അവനവന്റെ മക്കളുടെ കല്യാണം വരുമ്പോ ജാതി ചോദിക്കും. ഇല്ലേ? ആഢ്യനാണോ ഇല്ലയോ നോക്കും, കുലീനത നോക്കും, കാന്താൻ നോക്കും. ഹിന്ദിക്കാർക്ക് വരെ ഉണ്ടല്ലോ, കാന്താൻ ശരിയാണോ നോക്കും. അല്ലേ? അതുകൊണ്ട് ഇത് രണ്ടും ഇല്ലാത്ത കാര്യത്തെ പറ്റി അല്ല ഭഗവാൻ പറയുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ 100% ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഞാൻ അടക്കം ഈ ആസുരി സമ്പത്തിന്റെ ഉടമകളാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു ഭാവം നമുക്ക് വന്നു പോയിട്ടുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇനി കിടക്കാനുള്ള സമയമില്ല.
അടുത്ത ശ്ലോകത്തിലേക്ക് പോയത്. അപ്പം 15 ശ്ലോകമായി, 5 ശ്ലോകമായി. 5 ശ്ലോകമാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നമ്മുടെ പുനർവിചിന്തനം നടത്തണം. ഈ ആസുരീ സമ്പത്തിനെ പറ്റി പറഞ്ഞത് നമ്മൾ ഭക്തിയിൽ ഇരിക്കുമ്പോൾ തന്നെ പല ഘട്ടങ്ങളിൽ, ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് ഈ ഭാവങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ അതൊക്കെ എപ്പോഴാണ്, ഏത് ഘട്ടത്തിലാണ് നമുക്ക് ഈ ഭാവങ്ങൾ വരുന്നതെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നാലേ അതിനെ ഇല്ലാതെയാക്കാൻ പറ്റുകയും ദൈവീയ സമ്പത്തിന്റെ ദൈവീയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കണമെങ്കിൽ ഈ ആസുരി ഭാവത്തെ നമ്മൾ ജയിക്കണം. ഇത് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോഴേ ജയിക്കാനും സാധിക്കൂ. അതിനാണ് അഭ്യാസം പറയണേ. പിന്നെ അതിനാണ് കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമാണ്. നിങ്ങൾ വലിയ അഭ്യാസവും ഒന്നും ചെയ്യാതെ തന്നെ നാമസങ്കീർത്തനം വെച്ച് സർവപാപ പ്രണാശനം, സകല ഈ പറയുന്ന ദോഷങ്ങളെയും ജയിക്കാനുള്ള എളുപ്പമാർഗമാണ് നാമസങ്കീർത്തനം. എൻ്റെ ഏറ്റവും വലിയ വിജയം അതാ. ഒരു ദിവസം പോലും മുടങ്ങാതെ 10-22 വർഷത്തായിട്ട് ഒന്നുമില്ലെങ്കിൽ അധിക സമയം 10-20 മിനിറ്റെങ്കിലും ആ നാമസങ്കീർത്തനത്തിന് മുഴുകിയിരിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു പവറാണ് എനിക്കുള്ളത്. ഇന്നിപ്പം എൻ്റെ ശബ്ദം പുറത്ത് കേട്ടിട്ട് ഊട്ടിയിൽ നിന്ന് വന്ന ചിലർ ഇവിടെ വന്നവർക്ക് മലയാളം ശരിക്കും അറിയില്ല, നോട്ടീസ് കൊടുത്തിട്ടൊന്നും വായിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കുറച്ചു നേരം ഇവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ കണ്ണുകളുടെ ഒരു പവറുണ്ട്. നേരിട്ട് പറഞ്ഞ കാര്യം ഞാൻ പറയണേ. ഈ പവർ എവിടുന്നാ കിട്ടി? നമ്മളിവിടെ ഇതുപോലെയാണ് ശരിക്കും ഡെഡിക്കേറ്റഡ് ഡിവോട്ടി ഇരിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു. ഇതാണ് ഏകാന്ത ഭക്തി. ഭാഷ എന്നൊരു പ്രശ്നമല്ല, കണ്ടാൽ മനസ്സിലാകും ആർക്ക്. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചെന്തുകൊണ്ടാ? മുടങ്ങാതെ ചെയ്യുന്ന നാമസങ്കീർത്തനം, സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അതാണ് പവർ. അപ്പൊ കലിയുഗത്തിൽ ആ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം നമാമി. നമ്മൾ ജപിക്കുന്ന നാമം നമ്മൾ തന്നെ കേൾക്കാൻ ഭാഗത്ത് ജപിച്ചാൽ മതി. മറ്റുള്ളവരെ ഒന്നും കേൾപ്പിക്കണ്ട. മറ്റുള്ളവരെ ഒന്നും നന്നാക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. അതൊക്കെ നമുക്ക് തുടക്കത്തിൽ കുറച്ച് ഉത്സാഹമൊക്കെ തോന്നും. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഔഷധക്കഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പാകത ഭക്തിയുടെ പ്രഭാവം ഇവിടെ പ്രത്യക്ഷത്തിൽ കണ്ടു. മനസ്സിലായില്ലേ? അത് സാധാരണ ഭക്തരുടെ സ്ഥിതി ഇത് തന്നെയാ. ഇവരെയൊക്കെ നമ്മൾ നേരെയൊക്കെ നോക്കിയാൽ, നേരെയൊക്കെ നോക്കുന്നതിന് എളുപ്പം കഞ്ഞി കൊടുക്കലങ്ങ് നിർത്തുക എന്നുള്ളത് നിർത്തുള്ളൂ. എത്ര ശ്രമിച്ചാലും ഈ സ്വഭാവം ഒന്നും പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല. കാരണം അത് എന്താ പറഞ്ഞ ഡെഡിക്കേറ്റഡ് ഡിവോഷൻ പറയുന്ന സംഗതിയിലേക്ക് എത്തണം, അനന്യഭക്തി. അപ്പോഴേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് കച്ച കെട്ടി മുറുക്കി ഇരുന്നാലൊന്നും നടക്കില്ല. നമ്മൾ നാമസങ്കീർത്തനം ചെയ്യുക. നമുക്കിപ്പോൾ ചെയ്യേണ്ടത് എന്താ? ഈ ശരീരം കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഉള്ള ഈ പറയുന്ന അസുരി സമ്പത്തൊക്കെ തന്നെ നമ്മളെ വിട്ടുപോകാൻ തുടങ്ങും. നമ്മൾ ബലം പിടിച്ചിട്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിച്ചാലൊന്നും പോകില്ല. നമ്മൾ പോസിറ്റീവ് ഇരുട്ടുമുറിയിലേക്ക് ഒരു വെളിച്ചത്തിന്റെ നാമ്പ് ചെന്നാൽ പിന്നെ ഇരുട്ടിനിക്കാൻ പറ്റുമോ? അപ്പൊ ഈ അജ്ഞതയുടെ പ്രകടം ആകുന്ന ഈ ഇങ്ങനെയൊക്കെ കാണുന്നത് എന്തുകൊണ്ടാ? അജ്ഞാനത്താൽ വിവേകം നഷ്ടപ്പെട്ടവർക്കാണ് ഈ ഭാവം എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് നഷ്ടപ്പെടും. നമ്മൾ ഭക്തിയിൽ സഞ്ചരിക്കുമ്പം എപ്പോൾ സത്സംഗം കൂടിയോ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം എപ്പോൾ നഷ്ടപ്പെട്ടോ, നെഗറ്റീവ് കയറിയോ, ഈ ഭാവം ഉണ്ടാവും. പൂർണ്ണമായിട്ട് പാത്രം കഴുകി കരി കളയുന്ന പോലെ ഒന്നും കഴിയാൻ പറ്റില്ല. എപ്പോൾ നഷ്ടപ്പെട്ടോ അജ്ഞത കയറി പിടിക്കും. കയറി പിടിച്ചാൽ ഈ ഭാവം എപ്പോൾ വേണേലും വരും. അത് നിരന്തരമായിട്ട് ഇതിനെ ശ്രമിക്കണം. അതാണ് ഏറ്റവും വലിയ അഭ്യാസം എന്ന് പറയുന്നത്. ഇതിന്റെ യോഗയെ പ്രാണായാമോ ഇതിലൊക്കെ ഉപരിയാണ് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. നിങ്ങൾ ഓട്ടോമാറ്റിക്കായി നാഡീശുദ്ധി പ്രാണായാമത്തിൽ വരും.
ഇരിക്കുന്ന ഇരിപ്പിരുന്നുകൊണ്ട് ഒരു 10-20 മിനിറ്റെങ്കിലും നാമസങ്കീർത്തനം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഈ നെഗറ്റീവ്സിനെയൊക്കെ നമുക്ക് കുറേശ്ശെ എളുപ്പം സാധിക്കുന്നല്ല, കുറേശ്ശെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കും. ആസുരി സമ്പത്തിനെ നഷ്ടപ്പെടുത്തണം, ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കണം. അത് ദൈവീയ സമ്പത്തിന് എപ്പോൾ ശോഷണം ഉണ്ടാകുന്നോ, ക്ഷതമുണ്ടാകുന്നോ, അപ്പം ഇവൻ കയറി പിടിക്കുകയും ചെയ്യും. അത് ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യണം. പാത്രം തേക്കുന്നത് ദിവസവും തേച്ച് പഴക്കി വെച്ചാലേ അത് മിന്നിത്തിളങ്ങും. ഒരു ദിവസം തേക്കാതിരുന്നാൽ അതിൻ്റെ കറ അവിടെ ഉണ്ടാവും. ആ വിളക്ക് കത്തിക്കുന്ന വിളക്കാണേലും അതെ, നമ്മൾ ദിവസവും തേച്ച് മഴക്കി വെച്ചായിരുന്നാൽ വൃത്തിയായിട്ട് ശോഭയായിട്ട് കത്തും. അത് ഒരു ദിവസം ചെയ്യാതിരുന്നാലോ അതിൻ്റെതായ മൗഢ്യം വരും. അപ്പം അതേപോലെ നാമസങ്കീർത്തനം വെച്ച് സർവഭാവി മൗഢ്യത്തെ ഇല്ലാതാക്കാൻ, ഒരച്ചൊരച്ചില്ലാതെയാക്കാൻ, വർഷണം കൊണ്ട് ശബ്ദബ്രഹ്മത്തെ അക്ഷരബ്രഹ്മത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുള്ള ആസുരി ഭാവത്തെ ഇല്ലാതെയാക്കാൻ എളുപ്പമാർഗമാണ്. ബാക്കി നമ്മൾ എന്ത് ചെയ്താലും ഈ പറയുന്ന ഞാൻ ദാനം ചെയ്തു, ഞാൻ പൂജ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ കഞ്ഞി കൊടുത്തു, ഇങ്ങനെയുള്ള ഭാവമൊക്കെ വരും. അതുകൊണ്ട് ചരിത്രം എഴുതാനൊന്നും പുറപ്പെടണ്ട, മനസ്സിലായില്ലേ? നമ്മളുടെ ആസുരി ഭാവത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം ചെയ്യുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രകടമായിട്ടുമുണ്ട്. ചിന്താപരിമേയാം ച പ്രളയാന്തമുപാസത കാമോ ഉപഭോഗപരമായ യഥാ പദ്ധതി നിശ്ചിത ആശാപാസതൈർബദ്ധ കാമക്രോധപരായണ ഈഖന്തേ കാമഭോഗാർത്ഥം അന്യായനാർത്ഥ സഞ്ജയൻ ഇതമധ്യമയാ ലബ്ധം ഇമം പ്രാപ്സ്യസേ മനോരഥം ഇതമസ്തീതി മേ ഭവിഷ്യതി പുനർധനം അസൗമയാ ഹതശത്രും ഹനിശേഷാപരാന്യപി ഈശ്വരോഹം അഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജാനാസ്മി കോ അന്യോ സദൃശയോ മയ ഏഷി ദാസ്യാമി മോദിഷേ ത്യജ്ഞാന വിമോഹിത. ഇതാണ് 11 തൊട്ട് 15 വരെയുള്ള. ഇതിൽ ഈ 3 ശ്ലോകങ്ങൾ ആണ് ആസുരി സമ്പത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഇത് ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതുവരെയുള്ള ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇതൊക്കെ വന്നു പോയിട്ടുണ്ടെന്നൊന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഭാവം ഏത് കാര്യത്തിലും, ഭക്തിയുടെ ഭാവത്തിലും നമുക്ക് വരും. അതുകൊണ്ട് അതിനെ വിരക്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിലൂടെ വേണം. ഇത് നമുക്ക് പറ്റിയതല്ല. ആസുരീ സമ്പത്താകുന്ന ശരീരത്തെ പോലും രക്ഷിക്കണമെങ്കിൽ ദൈവിക സമ്പത്തിനെ പോഷിപ്പിക്കണം. ആ ദൈവിക സമ്പത്തിനെ പോഷിപ്പിക്കാൻ തടസ്സം നിൽക്കുന്ന നമ്മുടെ ശരീരത്തിലൂടെ പ്രകടമാകുന്ന ആസുരീ സമ്പത്ത് ആണ് ഈ പറഞ്ഞതൊക്കെ. അതുകൊണ്ട് അത് എന്താ പറഞ്ഞേ, അവസാനം പറഞ്ഞതെന്താ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞവയൊക്കെ അജ്ഞാനത്താൽ വിവേകം നഷ്ടപ്പെടുമ്പോൾ ഏത് നിമിഷവും കയറി പിടിക്കും എന്നും കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. വിവേകം നഷ്ടപ്പെട്ടാൽ, അതായത് അനുഭവജ്ഞാനം ഉണ്ടായാൽ പോലും, അനുഭവജ്ഞാനത്തെ വിവേകം എന്ന് പറയാം, അനുഭവജ്ഞാനം ഉണ്ടായിരുന്നാൽ പോലും അതേത് നിമിഷം നിങ്ങൾക്ക് അത് മറന്നു പോകുന്നോ, നഷ്ടപ്പെടുന്നോ, ഈ ആസുരി ഭാവം കൊളുത്തിപ്പിടിക്കും. എപ്പോ നഷ്ടപ്പെടുന്നോ ആ സ്റ്റേബിലിറ്റി നിലനിർത്താനാണ് നിത്യനാമ സങ്കീർത്തനം വെച്ച് സർവഭാവ പ്രണാശനം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ആ പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിർത്തിയാൽ മാത്രമേ ദൈവീയ സമ്പത്ത് നിലനിൽക്കൂ. അപ്പം അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കുക. പക്ഷേ എപ്പോൾ ഇത് നിർത്തുന്നോ, എത്ര അനുഭവം ഉണ്ടായാലും ആ വിവേകം ഒരു നിമിഷത്തേക്ക് നഷ്ടപ്പെട്ടാൽ ഇവൻ കയറി പിടിക്കും. അത് ശ്രദ്ധിക്കുക. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഹൃദയ സ്വഭാവ കരോമി യദ്ദ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം ഹരവിരാശങ്കചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം ആദാലേശമനിശം പ്രതിഭാവയാമി, ആദാലേശമനിശം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം.